ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു സ്റ്റഫഡ് ബണ്ണിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ഇത് ഇഫ്താറിനും ഈവനിങ് സ്നാക്കിനും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്റ്റഫഡ് ബണ്ണിൻ്റെ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് ഇഫ്താറിന് നമ്മുടെ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിനാൽ എന്തായാലും കുട്ടിയൊക്കെ ഇഷ്ടമാവും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ഫ്രൈങ് പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് അതിൽ 2 ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് നമുക്ക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറുന്ന സമയത്ത് 1/2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പൗഡർ 1/2 ടീസ്പൂൺ. ഇഞ്ചിയും വെളുത്തുള്ളിയും പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് അത് ചതച്ചത് യൂസ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം 250 ഗ്രാം ചിക്കൻ ബോൺലെസ് ചെറുതായിട്ട് മുറിച്ചത് നമുക്ക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കുറച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം നമ്മുടെ മസാല ഒന്ന് റെഡിയായതിന് ശേഷം ചെറുതായിട്ട് മുറിച്ച പാർസ്ലെ ലീഫും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്റ്റഫഡ് ബണ്ണിന് ഞാനിവിടെ 4 ഇതുപോലുള്ള ബണ്ണാണ് എടുത്തത്. പിന്നെ സ്ലൈസ്ഡ് ചീസും മൊസറല്ല ചീസും കുറച്ച് മയോണൈസും പിന്നെ നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലെ ഭാഗം എടുത്തു മാറ്റി കുറച്ച് വൈറ്റ് ഭാഗം നമുക്ക് പുറത്തെടുത്ത് കളയാം. ഫില്ലിങ് എന്നാലേ നിറക്കാനും വേണ്ടിയിട്ട് അതിൽ പ്ലേസ് ഉണ്ടാവും. കുറച്ച് മാത്രം അങ്ങനെ മാറ്റിയാൽ മതി. അതിനുശേഷം ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും ഒന്ന് എടുത്ത് ചെറുതായി ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒരു സ്ലൈസ് ചീസ് നമുക്ക് വെച്ച് കൊടുക്കാം. ചീസ് വെച്ചതിന് ശേഷം ചെറുതായിട്ട് നമുക്കിതൊന്ന് അമർത്തി കൊടുക്കാം. ഇനി ചിക്കൻ്റെ ഫില്ലിങ് കുറച്ച് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ചിക്കൻ്റെ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കുക. മയോണൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി വെച്ച് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പാർസ്ലെ ലീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി മുകളിൽ വിതറി കൊടുക്കാം. ഇനി നേരത്തെ ചൂടാക്കിയിട്ട ഓവനിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം മുകളിൽ ചെറിയൊരു കളറ് കിട്ടാനും വേണ്ടിയിട്ട് മുകളിൽ കൂടി കത്തിച്ച് 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റഫഡ് ചിക്കൻ ചീസി ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇഫ്താറിന് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ വീഡിയോയും വിശേഷമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്. ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു സ്റ്റഫഡ് ബൺ